ഗ്രേറ്റസ്റ്റ് അപരാധം ഓഫ് ഓൾ ടൈം. 3 മണിക്കൂർ വെറുതെ ജീവിതം. അപരാധമൊന്നുമില്ല, ആവറേജ് അത്രേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല, അടിപൊളി പടമായിരുന്നു. പൊട്ട സാധനം കൊള്ളൂല, സാധനം കൊള്ളൂല, വെറും പന്ന കണ്ട കാണാതിരിക്കണം നല്ലത്. 250 രൂപ വേസ്റ്റ്. ഇന്ന് ഞാൻ കണ്ട സിനിമ എനിക്ക് ആ കണ്ടിട്ട് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ അടുത്ത് കൂടി ഞാൻ ടിക്കറ്റ് എടുത്ത് 500 ടിക്കറ്റ് എടുത്ത്. എന്ത് കണ്ടിട്ടാണ് നെഗറ്റീവ് എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. അതിനകത്ത് അത്രയ്ക്കൊന്നുമില്ല. ജാതി സാധനം തന്നെ വിജയിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയും. നല്ല പടം. ഫാൻ ബോയ് നല്ല പടം. അവരെ ഫോക്കസ് ചെയ്യും. ഗ്രേറ്റസ്റ്റ് അപരാധം ഓഫ് ഓൾ ടൈം. നെഗറ്റീവ് കാണാൻ 3 മണിക്കൂർ വെറുതെ ജീവിതം. അയ്യോ കൊള്ളായിരുന്നു. അങ്ങനൊന്നുമില്ല, അടിപൊളി പടമായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടമായിരുന്നു. കുഴപ്പമില്ല. അപരാധമൊന്നുമില്ല, ആവറേജ് അത്രേ ഉള്ളൂ. വിജയ് പടം ഒരിതാണ്. കുഴപ്പമില്ല, കൊള്ളാം. സൂപ്പർ മൂവി. കുഴപ്പമില്ല. കുഴപ്പമില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അടിപൊളി, കുഴപ്പമില്ല. കൊള്ളാം ചേട്ടാ, കൊള്ളാം. കുഴപ്പമില്ല, നല്ല പടം. നല്ല പടമായിരുന്നു. ഫൈറ്റ് കൊള്ളാം. ജാതി സാധനം തന്നെ വിജയിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയും. തകർത്ത് ഇറങ്ങുന്നില്ല. കുഴപ്പമില്ല. പടം നല്ല കുഴപ്പമില്ലായിരുന്നു. അവസാനത്തെ കുറച്ച് പോറായി പോയി. കുഴപ്പമില്ലെന്ന് പറയുന്നുള്ളൂ. എന്നാലും നല്ല പടം. ഫാൻ ബോയ് നല്ല പടം. അവരെ ഫോക്കസ് ചെയ്യും. കുഴപ്പമില്ല. വെരി നൈസ്. ഇറ്റ്സ് entertainment film ആണ്. ജസ്റ്റ് ഫോർ entertainment. That's all. Nothing to learn from anything from. Not as a political movie, just entertainment movie ആണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിള്ളേരെ സംബന്ധിച്ചോളം അടിപൊളിയാണ്. ഇല്ല എന്നാലും പറയുക, പ്രായമുള്ളവർക്ക് അത്ര രസിക്കുകയില്ല. നെഗറ്റീവായിട്ട് ഒന്ന് നോക്കിയാൽ വലിയ നെഗറ്റീവൊന്നും ഇല്ല. പടം കൊള്ളാം. നെഗറ്റീവ് അടിക്കുന്നവരടുത്തോട്ട് അവരൊന്ന് കണ്ടാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നൈസ് പടമാണ്. ഞാൻ വിചാരിച്ചതിനാട്ടിലും നല്ല രീതി വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്ന വർക്കൗട്ട് ആകത്തില്ല, പക്ഷേ സാധനം നല്ല പടമാണ്. വിജയിന് നല്ല രീതി ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്. ക്ലാസിക് ഡയറക്ടറിൻ്റെ ടെംപ്ലേറ്റ് തന്നെ അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ആ നോർമൽ എക്സ്പെക്ടേഷനിലോട്ട് വന്നത് നൈസ് ഒരു പടമാണ്. എല്ലാം അടിപൊളിയായിരുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് 3 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് എല്ലാവരും പറയും ലാഗാണ്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു പടം തന്നെ. മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. നന്നായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. കുറച്ച് നെഗറ്റീവ് കേട്ടാണ് ഞാൻ വന്നത്, പക്ഷേ നെഗറ്റീവായിട്ട് പറയാൻ അത്ര ഒന്നുമില്ല. നല്ല സിനിമ തന്നെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപരാധം എന്ന് പറഞ്ഞാൽ വിജയുടെ നല്ല ചെറുപ്പത്തിലൊരു ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മുഖത്ത് അത്ര ഒരു ഒറിജിനാലിറ്റി തോന്നിയിട്ടില്ല. ബാക്കിയെല്ലാം സിനിമ നല്ലതാണ്, അടിപൊളിയാണ്. പടം കൊള്ളാം, കണ്ടിരിക്കാം. നല്ല വിജയ് ഫാൻസിനൊക്കെ പറ്റിയതാണ്. അല്ല, എല്ലാവർക്കും പറ്റിയതാണ്. പിന്നെ വിജയ് ഹേറ്റേഴ്സിന് ഇതും കൊണ്ട് അവർ കളിയൊക്കെ കൂടാതെ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ നല്ല കട്ട വിജയ് ഫാനാണ്. അതുകൊണ്ട് പറയില്ല, കണ്ടിരിക്കാൻ നല്ല. നെഗറ്റീവായിട്ടൊന്നും എനിക്ക് പേഴ്സണലി എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. എന്ത് കണ്ടിട്ടാണ് നെഗറ്റീവ് എന്ന് പറയണമെന്ന് അറിയത്തില്ല. അതിനകത്ത് അത്രയ്ക്കൊന്നുമില്ല. പിന്നെ ആകപ്പാടെ എനിക്കൊരു ചെറിയ സങ്കടമായത് വിജയുടെ ഡി-ഏജിങ്ങിൻ്റെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇമ്പ്രൂവ് ആക്കണമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഡാൻസ്, മ്യൂസിക് എല്ലാം പക്കയാണ്. ഇല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പടം കൊള്ളാം. 1 ടൈം വാച്ചാ. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ വേണം. ഞാൻ വിജയ് ഫാനാണ്. ഞാൻ എല്ലാ പടങ്ങളും വിജയാണ് എല്ലാ പടവും കാണുന്നത്. കുഴപ്പമില്ല, പ്രഡിക്റ്റബിൾ സ്റ്റോറി ആയിരുന്നു. നെഗറ്റീവ് ചെയ്യും എല്ലാം. കുഴപ്പമില്ല, കണ്ടിരിക്കുക. കുഴപ്പമില്ലായിരുന്നു. അതാ ക്ലൈമാക്സിൽ എന്തൊക്കെ കാണിച്ചു എനിക്ക് മനസ്സിലായില്ല. ഒരു ട്വിസ്റ്റായിട്ട് എന്താ വെച്ചാൽ വിജയ് നമുക്കൊരു ഫാൻ ബോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തത് അവസാനം. അല്ലാതെ പക്ഷെ അത് ഒരു വർക്കൗട്ട് ആയില്ല എന്നാണ് എൻ്റെ ഒരു. എൻ്റെ പൊന്നെണ്ണ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊട്ട സാധനം. എന്തിനും നിങ്ങൾ ചുമ്മാ കിടന്ന് ചിരിപ്പിക്കണം തന്നെ. അവരാധം എന്തിനാണ് വെറുതെ സെക്കൻഡ് ഹാഫിനൊക്കെ അടുത്ത സെക്കൻഡ് വരാൻ പോകണം. എന്തിനാണ് വെറുതെ ചുമ്മാ ഫാൻസിനെ ആദ്യം കുറയ്ക്കാൻ നോക്കണം. ചുമ്മാ അല്ലാതെ ചുമ്മാ ഇട്ട് അതൊക്കെയല്ല ചെയ്യേണ്ടത്. കുറച്ചൊക്കെ മാറണം. അല്ല, ഫാൻസിന് തൃപ്തി കിട്ടുന്ന രീതിയിൽ പടം ഇറക്കല്ലേ, അതാണ് നല്ലത്. ഇത് കൊള്ളൂല, ഒരു ആവശ്യമില്ല. 3 മണിക്കൂർ ഡ്യൂറേഷൻ, 1.5 മണിക്കൂർ ഡ്യൂറേഷൻ മതിയായിരുന്നു. 1 മണിക്കൂറിൻ്റെ സാധനമേ ഉള്ളൂ. എന്തോ സംഭവം. ഇത് ഒരുമാതിരി സയൻസ് ഫിക്ഷൻ സൈഫൈ വരെ തോറ്റു പോലെ ഇങ്ങനെ ഇവിടെ എടുത്ത് വയ്ക്കുന്ന പൊട്ട സാധനം. കൊടുത്ത പൈസ പോയി. പിന്നെ നമുക്ക് എത്ര സിനിമ കണ്ട് നമ്മൾ എത്ര പൈസ മുടക്കണം. അത് പൈസയുടെ അല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും 2.5 മണിക്കൂർ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാനുള്ളതല്ലേ. ഒരാവശ്യമില്ലാതെ ഇത് ലോജിക്ക് വേണ്ട. വിജയയുടെ പടത്തിന് ലോജിക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്റ്റോറി വേണ്ടേ, ഇച്ചിരിയെങ്കിലും ഒരു ഇത് വേണ്ടേ. ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ ഒരു കുറച്ചെങ്കിലും പിടിച്ചിരുത്താനുള്ള സാധനം വേണ്ട. ഇതൊന്നും എന്തുവാണ് ഇത് ചെയ്ത് വെച്ചിരിക്കണത്? കൊള്ളൂല, സാധനം കൊള്ളൂല, വെറും പന്ന കാണാതിരിക്കണം നല്ലത്. 250 രൂപ വേസ്റ്റ്. ഇന്ന് ഞാൻ കണ്ട സിനിമ എനിക്ക് ആ കണ്ടിട്ട് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അടുത്ത കൂടി എടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. കൊള്ളാം സിനിമ. ആരും മറ്റേ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. കൊള്ളാം. അവസാനം കാണിക്കുന്ന കുറച്ച് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു പ്രശ്നം. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നതാണ്. അതുകൊണ്ട് അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത കൂടി ഞാൻ ടിക്കറ്റ് എടുത്തത്. 500 ടിക്കറ്റ് എടുത്തത്. കൊള്ളാം, സൂപ്പർ പടം. കുഴപ്പമില്ല, നല്ല പടം തന്നെ. വലിയ കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് പടം.
കുറച്ച് അടിയൊക്കെ ഉണ്ട്, അടിയും ഇടിയൊക്കെ ഉണ്ട്. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. കണ്ടുകൊണ്ടിരിക്കുക, ഒരു ആവറേജ്, കുറച്ച് ഫൈറ്റും ഉണ്ട്, ക്ലൈമാക്സും കൊള്ളാം. എന്നാലും കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എല്ലാം ഭയങ്കര സുഖമില്ലായിരുന്നു. അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പടം നല്ല പടം. ലെങ്ത് ഇഷ്യൂ ഒന്നുമില്ല, പക്ഷേ ലൈക്ക് BGM മാത്രം ഇതായി കളഞ്ഞു. അതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കുഴപ്പമില്ല. നല്ല വിജയ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ VFX കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. എന്നാലും ഓവർ പടം നല്ലതായിരുന്നു.